ഇപ്പോഴുമില്ല, ഒരു കറുത്ത പുള്ളിയില്ല. അദ്ദേഹത്തിന് കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി. കാരണം CMO ഓഫീസിനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിന്റെ ഒന്നാമത്തെ നേതാവായി, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു പോയിന്റായി നിൽക്കുന്നത് അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. BJPയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണ്. ഈ പറയുന്ന തൃശ്ശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിന്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ്, പാലക്കാട്. ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത്, ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് 554,079 വോട്ടാണ് എന്ന് പറഞ്ഞാൽ 38.6%. ഈ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥി 50,220 വോട്ട് എന്ന് പറഞ്ഞാൽ 35.34. അപ്പോ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3,000-ന് അടുത്ത് വോട്ടാണ്. 2.72% വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രമോദന് കിട്ടിയത് 36,430 CPMന്റെ. BJPയെക്കാളും 14,787 വോട്ടിന് താഴെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രമോദ്. അപ്പോ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? 2,000 വോട്ട് ഈ പറയുന്ന BJPയിൽ നിന്ന്, CPMൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, വരാൻ പോകുന്ന സ്ഥാനാർത്ഥി തോൽക്കും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,000 വോട്ട് എന്താ? ഒന്നുമല്ല. ഏകദേശം 200 ബൂത്ത് ഉണ്ടാവും അവിടെ ആവറേജ്. 200 ബൂത്തിൽ 10 വോട്ട് മറിഞ്ഞാൽ മതി. 10 വോട്ട് മറിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് പരിശോധിച്ച് നോക്കൂ CPMന്റെ. ADGPയുടെ സ്ഥാനമാറ്റം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിയമസഭ